ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ബോഡീസ് സബ്ജക്റ്റഡ് ടു ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. അതായത് റെസ്റ്റിലോ മോഷനുള്ള ബോഡീസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നും മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ സോളിഡ് ബോഡിയിൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്നതിനാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. നെക്സ്റ്റ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സിൽ ഫോഴ്സിന്റെ എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ക്യാൻ ഫ്ലോ. ഗ്യാസിലോ ലിക്വിഡ്സിലോ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്നതാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇനി മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ നമുക്ക് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡി എന്നും മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിജിഡ് ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്നതാണ് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡി. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോമേഷൻ സംഭവിക്കാത്ത ബോഡികളാണ് എന്ത്? റിജിഡ് ബോഡീസ്. നെക്സ്റ്റ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോം ചെയ്യുന്ന ബോഡീസിന്റെ സ്റ്റഡിയാണ് എന്ത്? മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പിൽ ചേഞ്ചസ് വരുന്ന സോളിഡ് ബോഡീസിന്റെ സ്റ്റഡിയാണ് എന്ത്? മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. ഇനി റിജിഡ് ബോഡി മെക്കാനിക്സിനെ നമുക്ക് ഡൈനാമിക് എന്നും സ്റ്റാറ്റിക് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ബോഡീസ് അറ്റ് റെസ്റ്റ്. അതായത് മൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ബോഡീസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ എന്താണ്? ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which deals with forces and its effect on bodies at motion. മൂവ് ചെയ്യുന്ന ബോഡീസിൽ ഫോഴ്സസിന്റെ എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്ന മെക്കാനിക്സിന്റെ ബ്രാഞ്ചാണ് എന്ത്? ഡൈനാമിക്. ഇനി ഡൈനാമിക്കിനെ നമുക്ക് കൈനറ്റിക് എന്നും കൈനമാറ്റിക്സ് എന്നും വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ബോഡീസ് ഇൻ മോഷൻ along with the forces causing the motion. അതായത് ഡൈനാമിക്സിൽ കോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫോഴ്സസ് കോസിങ് മോഷനും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? കൈനറ്റിക്സ് എന്ന് പറയാം. ഡൈനാമിക്കിലെ കോസ് ഓഫ് മോഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്? കൈനറ്റിക്സ്. ഇനി കൈനമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ബോഡീസ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് കോസിങ് മോഷൻ. കോസ് ഓഫ് മോഷൻ കൺസിഡർ ചെയ്യാതെയുള്ള സ്റ്റഡിയാണ് എന്ത്? കൈനമാറ്റിക്. കോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫോഴ്സസ് കോസിങ് മോഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് കൈനറ്റിക്സ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സിലെ അസംഷൻസ് അല്ലെങ്കിൽ ഐഡിയലൈസേഷൻസ്. അതായത് ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സ്റ്റഡി ചെയ്യുമ്പോഴും ഒരുപാട് അസംഷൻസ് ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്സിലെ ഇമ്പോർട്ടൻ്റ് അസംഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പാർട്ടിക്കിൾ. മെക്കാനിക്സിൽ നമ്മൾ ഒബ്ജക്ട്സിനെ പാർട്ടിക്കിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് വെൻ ദ സൈസ് ഓഫ് ദ ബോഡി കൺസിഡർഡ് ഈസ് നെഗ്ലിജിബിൾ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ്, അങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോഡിയുടെ സൈസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് പാർട്ടിക്കിൾ എന്ന് പറയാം. പാർട്ടിക്കിളിൻ്റെ വോളിയം ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിരിക്കും. മാസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. അവിടത്തേക്കാണ് അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ സൈസ് എർത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അത് നമ്മളൊരു പാർട്ടിക്കിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ അസംഷൻ, പാർട്ടിക്കിൾ. നെക്സ്റ്റ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
എ ബോഡി വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് സൈസ് ഓർ ഷേപ്പ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സൈസിലോ ഷേപ്പിലോ ചേഞ്ച് ഇല്ലാത്ത ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. മെക്കാനിക്സിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പഠിക്കുന്നത് റിജിഡ് ബോഡി മെക്കാനിക്സ് ആണ്. നെക്സ്റ്റ് വൺ കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിൻ്റ് ലോഡ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മളൊരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ലോഡിങ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ലോഡായിട്ടാണ് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു സർഫസിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആ സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇവിടെ മെക്കാനിക്സിൽ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡായിട്ടാണ്. അപ്പോൾ ഇത്രയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഇമ്പോർട്ടൻ്റ് അസംഷൻസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ്. യൂണിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്, അതായത് മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർബിട്രറി യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു യൂണിറ്റിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് 3 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതായത് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ യൂണിറ്റ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണുള്ളത്. യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് 4 യൂണിറ്റ് സിസ്റ്റമാണ് നമുക്കുള്ളത്. ഒന്ന് CGS യൂണിറ്റ് അല്ലെങ്കിൽ CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ, മാസിൻ്റെ യൂണിറ്റ് ഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. നെക്സ്റ്റ് വൺ FPS സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇതിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഫൂട്ട്, മാസിൻ്റെ യൂണിറ്റ് പൗണ്ട്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. തേർഡ് വൺ MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി ഫോർത്ത് വൺ SI യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഈ SI യൂണിറ്റ് സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ടോട്ടൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്ന് മാസ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. നെക്സ്റ്റ് വൺ ലെങ്ത്ത്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. തേർഡ് വൺ ടൈം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അടുത്തത് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അടുത്തത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിനിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിൽ ആണ് നമ്മൾ SI യൂണിറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. ഇത്രയാണ് SI യൂണിറ്റ്സിലുള്ള 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും യൂണിറ്റ്സും. ഇനി ഫോഴ്സ്. എന്താ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ആക്ഷൻ ദാറ്റ് ടെൻഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി ടു വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. ഒരു ബോഡിയുടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമായിട്ടുള്ള ഏതൊരു ആക്ഷനെയും നമുക്ക് ഫോഴ്സ് എന്ന് പറയാം. റെസ്റ്റിലോ മോഷനിലോ ഉള്ള ഏതൊരു ബോഡിയുടെയും ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമായിട്ടുള്ള ഏതൊരു ആക്ഷനെയും നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, നെക്സ്റ്റ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ, എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. തേർഡ് വൺ ഡയറക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇനി എന്താണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്? നമ്മൾ ഒരു ബോഡിയിൽ ഒരു പോയിന്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ആ ബോഡിയെ മൂവ് ചെയ്യിക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് അപ്ലിക്കേഷനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ആ ബോഡിയെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ഓഫ് ആക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും ഈ ലൈൻ ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞ ഈ 4 യൂണിറ്റ് സിസ്റ്റത്തിലെയും ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ FPS സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം. ഈ FPS സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് പൗണ്ടാലാണ്. PDL ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഫോഴ്സിൻ്റെ യൂണിറ്റ് പൗണ്ടാലാണ്, ഓർത്ത് വെക്കുക. ഇനി CGS സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡൈൻ. ഇമ്പോർട്ടൻ്റ് ആണ്. CGS യൂണിറ്റിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡൈൻ ആണ്, DYN ആണ് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൽ ഫോഴ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ കിലോഗ്രാം ഫോഴ്സ് എന്നുള്ള യൂണിറ്റിലാണ്. കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ കിലോഗ്രാം ഫോഴ്സ്. ഇത് KGF അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിസ്റ്റം SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇതാണ് ഇൻ്റർനാഷണലി നമ്മൾ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. ഇതിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ഇനി നമുക്ക് ഈ യൂണിറ്റ് സിസ്റ്റത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. ഇനി 1 കിലോഗ്രാം ഫോഴ്സ്. 1 കിലോഗ്രാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു 9.81 ന്യൂട്ടൺ അല്ലെങ്കിൽ 9.81 ഇൻറ്റു 10⁵5 ഡൈൻ എന്നും പറയാം. ഇനി 1 പൗണ്ടാൽ. 1 പൗണ്ടാൽ ഈസ് ഈക്വൽ ടു 0.138 ന്യൂട്ടൺ. 1 പൗണ്ടാൽ ഈസ് ഈക്വൽ ടു 0.138 ന്യൂട്ടൺ. അത് ഓർത്ത് വെക്കണം. സാധാരണ നമുക്ക് അറിയാത്ത കാര്യമായിരിക്കും അത്, നമ്മൾ അത്രയധികം ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വെക്കുക. 1 പൗണ്ടാൽ ഈസ് ഈക്വൽ ടു 0.138 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 7.233 പൗണ്ടാൽ. ഇനി ഫോഴ്സിനെ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും രണ്ടായിട്ട് പറയാം. ഇതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫോഴ്സ് ഹൂസ് ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ടേക്കൺ. അതായത് ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്. പാത്ത് ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും 2 പോയിന്റുകൾക്കിടയിലുള്ള വർക്ക് ഡൺ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ക്ലോസ്ഡ് ലൂപ്പിൽ എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് 0 ആയിരിക്കും. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫോഴ്സ് ഹൂസ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് പാത്ത് ഡിപ്പെൻഡൻറ്റ്. ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡണ്ണും ചേഞ്ച് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. അതായത് സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്താവും? ചേഞ്ച് ആവും. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് പാത്ത് ഡിപ്പെൻഡൻറ്റ്. ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിബിലിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിബിലിറ്റി എന്ന് വെച്ചാൽ, അതായത് ഇൻ കേസ് ഓഫ് എ റിജിഡ് ബോഡി ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. ദ എഫക്റ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് ഒരു റിജിഡ് ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ സെയിം ലൈൻ ഓഫ് ആക്ഷനിലുള്ള വേറൊരു പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫിഗറിൽ ഈ ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഇവിടെയാണ്. ഇനി സെയിം ലൈൻ ഓഫ് ആക്ഷനിലൂടെ നമ്മൾ ആ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഈ ഒരു പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഫോഴ്സ് കൊണ്ട് ആ ബോഡിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിബിലിറ്റിയുടെ കൺസെപ്റ്റ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഒരു ബോഡിയിൽ 2 അതിലധികമോ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയാം. 2 അതിലധികമോ ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനൊരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഫോഴ്സ് സിസ്റ്റംസിനെ പറ്റിയിട്ടാണ്.
ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കോപ്ലാനാർ സിസ്റ്റം. അതായത് ദ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. എല്ലാ ഫോഴ്സുകളും ഒരേ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരേ പ്ലെയിനിലാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയാം. ഈ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു 2D സിസ്റ്റമാണ്. അതായത് രണ്ട് കമ്പോണൻസ് വെച്ചിട്ട് നമുക്കൊരു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കോപ്ലാനാർ ഫോഴ്സസിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു കോപ്ലാനാർ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ ഫോഴ്സസും സെയിം പ്ലെയിനിലായിരിക്കും. നെക്സ്റ്റ് വൺ നോൺ കോപ്ലാനാർ സിസ്റ്റം അല്ലെങ്കിൽ സ്പേഷ്യൽ സിസ്റ്റം. അതായത് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ഡു നോട്ട് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണെങ്കിൽ നമുക്കതിനെ നോൺ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ സ്പേഷ്യൽ ഫോഴ്സ് സിസ്റ്റം. അതായത് ഇതൊരു 3D സിസ്റ്റമാണ്, അല്ലെങ്കിൽ 3 കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു നോൺ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം. ഓൾ ഫോഴ്സസ് ആർ ഇൻ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. എല്ലാ ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് ഒരേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഫോഴ്സസും എന്തായിരിക്കും? സെയിം ലൈനിലായിരിക്കും. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം. എല്ലാ ഫോഴ്സസും ഒരേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും, പക്ഷേ ഡയറക്ഷൻ സെയിം ആവണമെന്നില്ല. കൊളീനിയർ ഫോഴ്സ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തഗ് ഓഫ് വാർ, അല്ലെങ്കിൽ വടംവലി എന്താണ്? ഒരു കൊളീനിയർ ഫോഴ്സ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. കാരണം എല്ലാ ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്? സെയിം ലൈനിലാണ്. അതുകൊണ്ട് നമുക്കതിനൊരു കൊളീനിയർ ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് വൺ കൺകറൻറ്റ് ഫോഴ്സസ്. അതായത് എല്ലാ ഫോഴ്സസിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻസ് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയാം. ലൈൻ ഓഫ് ആക്ഷൻസ് ഓഫ് ഓൾ ഫോഴ്സസ് മീറ്റ് അറ്റ് സെയിം പോയിന്റ്. അതുകൊണ്ട് തന്നെ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിൽ നമുക്ക് ഫോഴ്സസിനെ ഡിഫൈൻ ചെയ്യാൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം മതിയാവും. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്തായിരിക്കും? എല്ലാ ഫോഴ്സിൻ്റെ കേസിലും സെയിം ആയിരിക്കും. നമുക്കറിയാം, ഒരു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ഫോഴ്സസിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം ഡിഫൈൻ ചെയ്താൽ മതിയാവും. അടുത്തത് നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം. അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഡു നോട്ട് മീറ്റ് അറ്റ് എ പോയിന്റ്. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയാം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഫോഴ്സസ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയാം. കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഗ് ഓഫ് എ ട്രൈപോഡ്. ഒരു ട്രൈപോഡിൻ്റെ ലെഗ് കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റമാണ്. മാത്രമല്ല അതൊരു നോൺ കോപ്ലാനാർ സിസ്റ്റം കൂടിയാണ്. അതായത് ട്രൈപോഡിൻ്റെ 3 ലെഗും ഡിഫറെൻറ്റ് പ്ലെയിനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നോൺ കോപ്ലാനാർ കൺകറൻറ്റ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ പാരലൽ ഫോഴ്സ് സിസ്റ്റം. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ആർ പാരലൽ. അതായത് എല്ലാ ഫോഴ്സസിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ പാരലലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ബോഡീസിൻ്റെ വെയിറ്റ്, എല്ലാ ബോഡീസിൻ്റെയും വെയിറ്റ് എന്തായിരിക്കും? ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കതിനൊരു പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയാം. എന്തുകൊണ്ടാണ്? വെയിറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്, അതെല്ലാം പാരലാണ്. ഇനി ഈ പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിനെ നമുക്ക് ലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്നും അൺലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അൺലൈക്ക് പാരലൽ സിസ്റ്റത്തിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സസ്. അതായത് ഒരേ പ്ലെയിനിലുള്ള കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ദ ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദർ ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. എല്ലാ ഫോഴ്സസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ഫോഴ്സസിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും? ഒരു പ്ലെയിനിലായിരിക്കും. നെക്സ്റ്റ് വൺ കോപ്ലാനാർ നോൺ കൺകറൻറ്റ് ഫോഴ്സസ്. ഈ കേസിൽ എല്ലാ ഫോഴ്സസിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻസ് സെയിം പ്ലെയിനിലായിരിക്കും, പക്ഷേ ഫോഴ്സസ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യില്ല. അതായത് ഫോഴ്സസ് കോപ്ലാനാർ ആയിരിക്കും, പക്ഷേ നോൺ കൺകറൻ്റ് ആയിരിക്കും. ദ ഫോഴ്സസ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ബട്ട് ദർ ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. നെക്സ്റ്റ് വൺ നോൺ കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സസ്. ഈ കേസിൽ ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും? ഡിഫറെൻറ്റ് പ്ലെയിനിലായിരിക്കും, പക്ഷേ എന്തായിരിക്കും? ഫോഴ്സസ്
ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൺകറൻറ്റ് ഫോഴ്സസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ നോൺ കോപ്ലാനാർ നോൺ കൺകറൻറ്റ് ഫോഴ്സസ്. ഈ കേസിൽ ഫോഴ്സസ് നോൺ കോപ്ലാനർ ആയിരിക്കും, അതുപോലെ തന്നെ നോൺ കൺകറൻറ്റും ആയിരിക്കും. അതായത് ലൈൻ ഓഫ് ആക്ഷൻസ് ഒരേ പ്ലെയിനിലായിരിക്കില്ല, അതുപോലെ തന്നെ ഫോഴ്സസ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുകയും ചെയ്യില്ല. ദ ഫോഴ്സസ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദർ ലൈൻ ഓഫ് ആക്ഷൻസ് ഡു നോട്ട് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ നോൺ കോപ്ലാനാർ നോൺ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് സിസ്റ്റംസ് വരുന്നത്. നെക്സ്റ്റ് റിസൾട്ടൻ്റ് ഫോഴ്സ്. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡിയിൽ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ എല്ലാ ഫോഴ്സസിൻ്റെയും സെയിം എഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ ഫോഴ്സ് വെച്ചിട്ട് ഈ ഫോഴ്സസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സിംഗിൾ ഫോഴ്സിനെ നമുക്ക് ആ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയാൻ പറ്റും. ദ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ് ഓഫ് ഗിവൺ നമ്പർ ഓഫ് ഫോഴ്സസ്, അതിനാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫോഴ്സസിനെയും അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയാൻ പറ്റും. റിസൾട്ടൻറ്റിൻ്റെ കമ്പോണൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസ്. ഈ ഫിഗറിൽ ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ RX എന്നുള്ളയും RY എന്നുള്ളയും ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ R എന്നുള്ള ഫോഴ്സ്. അതായത് RX എന്നുള്ള ഫോഴ്സും RY എന്നുള്ള ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ആ ബോഡിയിൽ R എന്നുള്ള റിസൾട്ടൻ്റ് ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നിരിക്കുന്ന ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പോസിഷൻ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഫൈൻഡിങ് റിസൾട്ടൻ്റ് ഓഫ് എ ഗിവൺ നമ്പർ ഓഫ് ഫോഴ്സസ്, അതാണ് എന്ത് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ്. നെക്സ്റ്റ് ഇക്വിലിബ്രിയൻറ്റ്. ഇക്വിലിബ്രിയൻറ്റ് എന്ന് വെച്ചാൽ ഫോഴ്സസ് ഹാവിങ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് റിസൾട്ടൻറ്റ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് തന്നിരിക്കുന്ന ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡും പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ശ്രദ്ധിക്കുക. ഇവിടെ 19 ന്യൂട്ടനും 12 ന്യൂട്ടനും രണ്ട് ഫോഴ്സസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ റിസൾട്ടൻറ്റിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡും പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സസ് ഹാവിങ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് റിസൾട്ടൻറ്റ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്. ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് യൂസ് ചെയ്യുന്നത് രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രയാങ്കുലർ ലോ പറയുന്നത് രണ്ട് ഫോഴ്സസിനെ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസിനെ ഒരു ട്രയാങ്കുലറിൻ്റെ രണ്ട് സൈഡ്സായിട്ട് സെയിം ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയാങ്കുലറിൻ്റെ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ എടുക്കുന്നതായിരിക്കും ആ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ്. അതായത് രണ്ട് ഫോഴ്സസ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ എടുക്കുന്നതായിരിക്കും ആ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ്. ഇവിടെ P എന്നുള്ള ഫോഴ്സും Q എന്നുള്ള ഫോഴ്സും ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് സെയിം ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R എന്നുള്ള ഈ ഒരു സൈഡായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. ആ റിസൾട്ടൻ്റ് റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഈ ട്രയാങ്കിൾ ലോ നമുക്ക് പോളിഗൺ ലോ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസ് ഏതൊരു റെഗുലർ പോളിഗണിൻ്റെയും സൈഡ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിങ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ എടുക്കുന്നതായിരിക്കും ആ തന്ന ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ്. അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഇത് നമ്മൾ പല സ്ഥലത്തും പഠിച്ചിട്ടുള്ള ലോ ആണ്. അതായത് രണ്ട് ഫോഴ്സസ് ഒരു പാരലലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ആ പാരലലോഗ്രത്തിൻ്റെ ഡയഗണലായിരിക്കും ഈ രണ്ട് ഫോഴ്സസിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ടു ഫോഴ്സസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ദ റിസൾട്ടൻ്റ് ക്യാൻ ബി ഇറ്റ്സ് ഡയഗണൽ പാസിംഗ് ത്രൂ ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഫോഴ്സസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ P എന്നുള്ള ഫോഴ്സും Q എന്നുള്ള ഫോഴ്സും ഒരു തീറ്റ ആംഗിളിലാണുള്ളത്. ഇതിനെ നമ്മളൊരു പാരലലോഗ്രത്തിൻ്റെ സൈഡ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ R എന്നുള്ളതാണ് ഈ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു √P² + Q² + 2PQ cos θ എന്നാണ്. ഈ തീറ്റ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള ആംഗിളാണ്, ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ്. ഇനി ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് തീറ്റ = 0 ആകുമ്പോഴാണ്. തീറ്റ 0 ആകുമ്പോൾ ഈ രണ്ട് ഫോഴ്സസും Pയും Qയും എന്തായിരിക്കും, കൊളീനിയർ ആവും, അല്ലെങ്കിൽ ഒരേ ലൈനിൽ
ഒരേ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. അപ്പോഴാണ് റിസൾട്ടൻ്റ് മാക്സിമം ആവുന്നത്. ഇനി തീറ്റ 180 ആണെങ്കിൽ പിയും ക്യൂയും കൊളീനിയർ തന്നെ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 റിസൾട്ടൻ്റ് ഈസ് മാക്സിമം. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 180 റിസൾട്ടൻ്റ് ഈസ് മിനിമം. നെക്സ്റ്റ്, റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ചേഞ്ചിങ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ്. ഒരു ഫോഴ്സിനെ സെയിം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ദ ഗിവൺ ഫോഴ്സ് ഇൻ ടു എ നമ്പർ ഓഫ് കമ്പോണൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ദ ബോഡി. ഈ ഫോഴ്സസിനെ നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ ജനറലി നമ്മൾ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യുന്നത് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ടാണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എഫ് എന്നുള്ള ഫോഴ്സിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്തതാണ്. ഇവിടെ ഈ എഫ് എന്നുള്ള ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ എന്നുള്ള ഒരു ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് തീറ്റ എന്നുള്ള ആംഗിൾ വെർട്ടിക്കലുമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ ആയിരിക്കും. നെക്സ്റ്റ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ ബോഡി. ഒരു ബോഡി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്? ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ആയിരിക്കുമ്പോഴാണ് ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. അതായത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്ക് ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോഴാണ്. നെക്സ്റ്റ്, ഫ്രീ ബോഡി ഡയഗ്രാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡിയുടെ ഫോഴ്സ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിംപ്ലിഫൈഡ് ഡയഗ്രാംസ് ആണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മുടെ അനാലിസിസ് ചെയ്യേണ്ട പോർഷനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അതിൻ്റെ സെൽഫ് വെയിറ്റ്, അതിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആ ബോഡിയുടെ എല്ലാ സപ്പോർട്ടുകളും റിയാക്ഷൻ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സസ് ആയിട്ടാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡിയുടെ ഫോഴ്സ് അനാലിസിസിന് വേണ്ടി നമ്മൾ വരക്കുന്ന സിംപ്ലിഫൈഡ് ഡയഗ്രാംസ് ആണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ഫിഗറിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് റാമ്പിൽ എം വെയിറ്റുള്ള ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് സർഫസിന് എലോങ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്വേർഡ് ഡയറക്ഷനിൽ സർഫസിന് എലോങ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ. പിന്നെ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബ്ലോക്ക്. ഇത്രയാണ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇങ്ങനെ ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും റെപ്രസെൻ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലാമീസ് തിയറം അല്ലെങ്കിൽ സൈൻ റൂൾ. ലാമീസ് തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് 3 കോപ്ലാനാർ കൺകറൻറ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം, ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. അതായത് ഓരോ ഫോഴ്സും ഓപ്പോസിറ്റ് 2 ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന പി എന്നുള്ള ഫോഴ്സ് സൈൻ ഓഫ് ആൽഫ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആർ എന്നുള്ള ഫോഴ്സ് സൈൻ ഗാമ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്യൂ എന്നുള്ള ഫോഴ്സ് സൈൻ ബീറ്റ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഇങ്ങനെ എഴുതാം, പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ. അപ്പോൾ ഇതാണ് ലാമീസ് തിയറം പറയുന്നത്. നെക്സ്റ്റ്, മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് കാരണം ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന റൊട്ടേഷണൽ എഫക്റ്റിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ റൊട്ടേഷണൽ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ്. ഈ മൊമെൻ്റ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടാണ്. ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ മൊമെൻ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദ പോയിൻ്റ് എബൌട്ട് വിച്ച് മൊമെൻ്റ് ഈസ് ടേക്കൺ.
ഈ പോയിന്റിനെയാണ് നമ്മൾ മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണോ മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ മൊമെൻറ്റ് സെൻറ്ററും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് മൊമെൻറ്റ് ആം എന്ന് പറയുന്നത്. മൊമെൻറ്റ് ആം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റ് സെൻറ്ററും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫിഗറിൽ ഒ എന്ന് കാണിച്ചിരിക്കുന്നതാണ് മൊമെൻറ്റ് സെൻറ്റർ. ആ ഒരു പോയിന്റിന് എബൌട്ടായിട്ടാണ് നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മൊമെൻറ്റ് ആം എന്ന് പറയുന്നത്. മൊമെൻറ്റ് നമ്മൾ ന്യൂമറിക്കലി മെഷർ ചെയ്യുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ടു മൊമെൻറ്റ് സെൻറ്റർ. ഈ മൊമെൻ്റ് കൊണ്ടുണ്ടാകുന്ന റൊട്ടേഷണൽ എഫക്റ്റ് ക്ലോക്ക് വൈസും ആവാം കൗണ്ടർ ക്ലോക്ക് വൈസും ആവാം. അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന മൊമെൻറ്റിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് സെൻറ്ററിൻ്റെയും പൊസിഷൻ അനുസരിച്ചിട്ട് മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ ആവാം. ഇനി ഈ മൊമെൻറ്റ് സെൻറ്റർ ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ മൊമെൻറ്റ് ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണോ മെഷർ ചെയ്യുന്നത് ആ പോയിന്റ് ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലാണെങ്കിൽ ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് സീറോ ആയിരിക്കും. അതായത് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സീറോ ആവും. അതുകൊണ്ട് തന്നെ മൊമെൻറ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് മൊമെൻറ്റ്. നമുക്കറിയാം നമ്മൾ മൊമെൻറ്റ് മെഷർ ചെയ്യുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. അതുകൊണ്ട് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഈ ഫോഴ്സിൻ്റെ യൂണിറ്റിനെയും ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്, ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മീറ്ററിലാണ്. അതുകൊണ്ട് തന്നെ മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററാണ്. മൊമെൻറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്. ഇനി നമ്മൾ പറഞ്ഞു മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആവാം ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. ഈ കാണിച്ചിരിക്കുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. ഈ ഫോഴ്സസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ റൊട്ടേഷണൽ എഫക്റ്റ് ക്ലോക്ക് വൈസ് ആയിരിക്കും. അതുപോലെ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് എക്സാമ്പിളാണ്. ഈ തന്നിരിക്കുന്ന ഫോഴ്സസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേരിഗൺസ് തിയറം ഓർ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. വേരിഗൺസ് തിയറം പറയുന്നത് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എ പോയിൻ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ് അബൌട്ട് ദ സെയിം പോയിൻറ്റ്. അതായത് ഒരു ഫോഴ്സ് കൊണ്ട് ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻറ്റ് ആ ഫോഴ്സിൻ്റെ കമ്പോണൻസ് കൊണ്ട് ആ സെയിം പോയിൻറ്റിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻറ്റ്സിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ R എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൽ നിന്ന് O എന്നുള്ള പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ്. ആ ഫോഴ്സ് കൊണ്ട് ആ പോയിന്റിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻറ്റ് R ഇൻറ്റു D. ഇനി ഈ R എന്നുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻസ് ആണ് F1ഉം F2. ഈ F1 നിന്ന് ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D1 ആണ്. F2 നിന്ന് ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D2 ആണ്. അങ്ങനെയാണെങ്കിൽ F1 കൊണ്ട് O എന്നുള്ള പോയിന്റിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ആണ് F1 ഇൻറ്റു D1. അതുപോലെ തന്നെ F2 കൊണ്ട് O എന്നുള്ള പോയിന്റിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ആണ് F2 ഇൻറ്റു D2. ഈ രണ്ട് മൊമെൻറ്റിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് R എന്ന ഫോഴ്സ് കൊണ്ട് ആ പോയിന്റിന് എബൌട്ടായിട്ട് ഉണ്ടാകുന്ന മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് R ഇൻറ്റു D ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2. നെക്സ്റ്റ് കപ്പിൾ. ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഫോം എ കപ്പിൾ. ഒരു കപ്പിളിൽ രണ്ട് പാരലൽ ഫോഴ്സസ് ആണ് ഉണ്ടാവുക. ഈ രണ്ട് പാരലൽ ഫോഴ്സസും അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആയിരിക്കും. അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡും ആയിരിക്കും. ഇനി ഈ കപ്പിൾ ആക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിൾ ആക്ട് ചെയ്യുന്ന പ്ലെയിൻ. അതുപോലെ ഈ രണ്ട് ഫോഴ്സസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. രണ്ട് ഫോഴ്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ആം ഓഫ് കപ്പിൾ. ഇനി ഈ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്. ഇനി ഈ കപ്പിളിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള അൺലൈക്ക് പാരലൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും. കപ്പിൾ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കപ്പിൾ ഒരിക്കലും ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. കപ്പിൾ കാരണം എപ്പോഴും ഒരു റൊട്ടേഷണൽ മോഷനാണ് ഉണ്ടാവുക. ഒരു റൊട്ടേഷണൽ ഇഫക്റ്റ് ആണ് കപ്പിളിന് ഉണ്ടാവുക.
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്ലെയിൻ ഓഫ് കപ്പിളിൽ ഈ രണ്ട് ഫോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന നെറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ് സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്താണ് സെൻട്രോയിഡ്? സെൻട്രോയിഡ് ഈസ് എ പോയിന്റ് ഇൻ എ പ്ലെയിൻ ഏരിയ വെർ ഏരിയ ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഒരു പ്ലെയിൻ ഫിഗറിൻ്റെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. പ്ലെയിൻ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ പ്ലെയിൻ ഫിഗർ അല്ലെങ്കിൽ പ്ലെയിൻ ലാമിന എന്ന് പറയുന്നത്. പ്ലെയിൻ ലാമിനയുടെ കൺസെപ്റ്റിൽ നമ്മൾ മാസ് കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ മാസ് നെഗ്ലിജിബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ ലാമിനയുടെ കേസിൽ നമ്മൾ ഏരിയ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പ്ലെയിൻ ലാമിനയുടെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാസ് കൂടെ കൺസിഡർ ചെയ്യുന്ന ബോഡിയുടെ കേസിലാണ്, അല്ലെങ്കിൽ പ്ലെയിൻ ലാമിന അല്ലാത്ത ഫിഗേഴ്സിൻ്റെ കേസിലാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ദ പോയിന്റ് അറ്റ് വിച്ച് എൻറ്റയർ വെയ്റ്റ് ഓഫ് എ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഒരു ബോഡിയുടെ എൻറ്റയർ വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പ്ലെയിൻ ഫിഗറിൻ്റെ കേസിൽ ഏരിയ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ വരുന്നത് സെൻട്രോയിഡാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ലാമിനയുടെ കേസിൽ സെൻട്രോയിഡ് എന്നുള്ള പോയിന്റും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോയിന്റും സെയിം പോയിൻ്റാണ്. സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും പ്ലെയിൻ ലാമിനയുടെ കേസിൽ കോയിൻസൈഡ് ചെയ്യും. ഇനി സിമ്മട്രിക്കൽ ബോഡീസിൻ്റെ കേസിൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് ലൈ ചെയ്യുന്നത് അതിൻ്റെ ആക്സിസ് ഓഫ് സിമ്മട്രിയിലായിരിക്കും. സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ആക്സിസ് ഓഫ് സിമ്മട്രിയിലായിരിക്കും. ഇനി ആക്സിസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ സെൻട്രോയിഡിലേക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് ബാർ എന്നും വൈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസിനെ വൈ ബാർ എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആക്സിസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡിലേക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസാണ് എക്സ് ബാർ, വൈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസാണ് വൈ ബാർ. ഈ സെൻട്രോയിഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ബാർ കൊമ വൈ ബാർ എന്നുള്ള പോയിൻ്റ് ആയിട്ടാണ്. ഇനി ബോഡിക്ക് ഒന്നിലധികം ആക്സിസ് ഓഫ് സിമ്മട്രി ഉണ്ടെങ്കിൽ സെൻട്രോയിഡ് ഈ സിമ്മട്രിക്കൽ ആക്സിസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലാണ് ഉണ്ടാവുക. സെൻട്രോയിഡ് ലൈസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് സിമ്മട്രി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ഫസ്റ്റ് വൺ സ്ക്വയർ. സ്ക്വയറിൻ്റെ സെൻട്രോയിഡ് അതിൻ്റെ ഡയഗണലിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. സ്ക്വയറിൻ്റെ സെൻട്രോയിഡ് അതിൻ്റെ ഡയഗണലിൻ്റെ മീറ്റിംഗ് പോയിന്റിലാണ് ഉണ്ടാവുക. റെക്റ്റാങ്കുലറിൻ്റെ കേസിലും പാരലോഗ്രത്തിൻ്റെ കേസിലും സെയിം തന്നെയായിരിക്കും. അതായത് റെക്റ്റാങ്കുലറിൻ്റെ കേസിലും പാരലോഗ്രത്തിൻ്റെ കേസിലും ഡയഗണലിൻ്റെ മീറ്റിംഗ് പോയിന്റിൽ തന്നെയാണ് എന്തുണ്ടാവുക, സെൻട്രോയിഡ് ഉണ്ടാവുക. നെക്സ്റ്റ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ കേസിൽ സെൻട്രോയിഡ് അതിൻ്റെ മീഡിയൻ്റെ മീറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. മീഡിയൻ്റെ മീറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും സെൻട്രോയിഡ്. ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. ഈ മീഡിയൻ്റെ മീറ്റിംഗ് പോയിൻ്റാണ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ. ഇനി നെക്സ്റ്റ് വൺ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ നമുക്കറിയാം, രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന് ഒരു സിമ്മട്രി ഉണ്ട്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസിലാണ്. ബേസിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ 1/3 ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡ് ഉണ്ടാവുക. ബേസ് എക്സ് ആക്സിസിൽ റെസ്റ്റ് ചെയ്യുന്ന ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0, വൈ ബാർ ഈസ് ഈക്വൽ ടു h/3. അപ്പോൾ ഓർത്ത് വെക്കുക, ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡിൻ്റെ പൊസിഷൻ. നെക്സ്റ്റ് വൺ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ബി ബേസും h ഹൈറ്റും ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ ബേസിൽ നിന്ന് h/3 ഹൈറ്റിലും സൈഡിൽ നിന്ന് b/3 ഡിസ്റ്റൻസിലുമായിരിക്കും. സെൻട്രോയിഡിൻ്റെ പൊസിഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു b/3, വൈ ബാർ ഈസ് ഈക്വൽ ടു h/3. നെക്സ്റ്റ് സെമി സർക്കുലർ ഏരിയ. സെമി സർക്കുലർ ഏരിയയുടെ കേസിൽ ഇതായിരിക്കും സെൻട്രോയിഡൽ ആക്സിസ്. ഈ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബേസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസിലായിരിക്കും. ബേസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസ്.
ബേസ് എക്സ് ആക്സിസിലുള്ള സെമി സർക്കുലർ പ്ലെയിൻ ലാമിനയുടെ കേസിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0, വൈ ബാർ ഈസ് ഈക്വൽ ടു 4r/3π. ഇനി ഈ സെമി സർക്കുലർ ലാമിനയുടെ ബേസ് വൈ ആക്സിസിലാണെങ്കിൽ വൈ ബാർ ഈസ് ഈക്വൽ ടു 0, എക്സ് ബാർ ഈസ് ഈക്വൽ ടു 4r/3π. അപ്പോൾ സെമി സർക്കുലർ ഏരിയയുടെ കേസിൽ സെൻട്രോയിഡ് ബേസിൽ നിന്ന് 4r/3π ഹൈറ്റിലായിരിക്കും. നെക്സ്റ്റ് ക്വാർട്ടർ സർക്കുലർ ഏരിയ. ക്വാർട്ടർ സർക്കുലർ ഏരിയയുടെ കേസിൽ സെൻട്രോയിഡ് എക്സ് ആക്സിസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസിലായിരിക്കും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിന്നും 4r/3π ഡിസ്റ്റൻസിലായിരിക്കും. ക്വാർട്ടർ സർക്കുലർ ഏരിയയുടെ കേസിൽ സെൻട്രോയിഡ് എക്സ് ആക്സിസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസിലായിരിക്കും. വൈ ആക്സിസിൽ നിന്നും 4r/3π ഡിസ്റ്റൻസിലായിരിക്കും. അതായത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 4r/3π, വൈ ബാർ ഈസ് ഈക്വൽ ടു 4r/3π. നെക്സ്റ്റ് വൺ കോൺ. ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൽ നിന്ന് h/4 ഡിസ്റ്റൻസിലായിരിക്കും. ബേസ് എക്സ് ആക്സിസിലാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0, വൈ ബാർ ഈസ് ഈക്വൽ ടു h/4. അതായത് ബേസിൽ നിന്നും h/4 ഡിസ്റ്റൻസിലായിരിക്കും കോണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഒരു ബോഡി ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ മോഷനെ ഒപ്പോസ് ചെയ്ത് സർഫസിന് എലോങ്ങേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് വിച്ച് ഓപ്പോസസ് ദ മൂവ്മെൻറ്റ് ഓർ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി ഓവർ അനദർ ബോഡി. അതാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു ബോഡി വേറൊരു ബോഡിയുടെ മേളിൽ മൂവ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്ത് ആ സർഫസിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഫോഴ്സ് മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ബോഡീസ് അണ്ടർ റെസ്റ്റ്. റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ സർഫസിലുണ്ടാകുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ബോഡീസ് അണ്ടർ മോഷൻ. മൂവ് ചെയ്യുന്ന ഒരു ബോഡീസിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ഡൈനാമിക് ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കും. ഇനി ഈ ഡൈനാമിക് ഫ്രിക്ഷനെ നമുക്ക് വീണ്ടും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നും റോളിംഗ് ഫ്രിക്ഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒരു ബോഡി ഒരു സർഫസിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി അത് റോൾ ചെയ്യുകയാണെങ്കിൽ, റോളർ വെച്ചിട്ട് വേറൊരു ബോഡിയുടെ മേലിലൂടെ റോൾ ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. നമുക്കറിയാം, ഒരു ബോഡി ഒരു സർഫസിൻ്റെ മേലിലൂടെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാളും എളുപ്പം ആ ബോഡി ഒരു റോളറിൻ്റെ മേളിൽ റോൾ ചെയ്ത് മൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്രിക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഫസ്റ്റ് വൺ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ബിഫോർ ഇറ്റ് ജസ്റ്റ് ബിഗിൻ ടു മൂവ്. അതായത് നമ്മൾ റെസ്റ്റിലുള്ള ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ മൂവ്മെൻറ്റിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിലുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്ത് വരും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂ വരെയാവും. ഈ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോഴാണ് ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഈ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു നോർമൽ റിയാക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്ന സർഫസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്, ആ ബോഡിയുടെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, പിന്നെ നോർമൽ റിയാക്ഷൻ വെർട്ടിക്കലി അപ്വേർഡ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മ്യൂ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. നെക്സ്റ്റ് ടേം, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും
റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ ആണെങ്കിൽ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ എന്ന് എഴുതാം. അതായത് നമുക്കറിയാം കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഫൈ. നെക്സ്റ്റ് ടേം ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് വെച്ചാൽ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ തീറ്റയാണ്. നമ്മൾ ഈ ആംഗിൾ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ആ ബ്ലോക്ക് അതിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ മൂവ്മെൻറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് വെച്ചാൽ ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് പ്ലെയിൻ സച്ച് ദാറ്റ് ദ ബോഡി കെപ്റ്റ് ഓൺ ദ പ്ലെയിൻ റീപോസ് ഡ്യൂ ടു ഇറ്റ്സ് സെൽഫ് വെയിറ്റ്. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പ്ലേസ് ചെയ്തൊരു ബോഡി അതിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം താഴേക്ക് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മാക്സിമം ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് റീപോസ് എല്ലായ്പ്പോഴും ആംഗിൾ ഓഫ് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് കോൺ ഓഫ് ഫ്രിക്ഷൻ. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ബ്ലോക്കിൽ പി എന്നുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എന്നുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് നോർമൽ റിയാക്ഷനാണ് എൻ. ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സാണ് ആർ. ഇനി ഈ പി എന്നുള്ള അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. നോർമൽ റിയാക്ഷൻ എപ്പോഴും അപ്വേർഡ് ആയിരിക്കും. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആറിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പി എന്നുള്ള അപ്ലൈഡ് ഫോഴ്സ് ഒരു 360 ഡിഗ്രിയിൽ ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫ്രിക്ഷണൽ ഫോഴ്സും 360 ഡിഗ്രിയിൽ ടേൺ ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സും നോർമൽ റിയാക്ഷന് എബൌട്ടായിട്ട് റോൾ ചെയ്യും. ഇങ്ങനെ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് സർക്കുലാർ കോൺ ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റൈറ്റ് സർക്കുലാർ കോൺ ആയിരിക്കും അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. അപ്ലൈഡ് ഫോഴ്സ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ജനറേറ്റ് ചെയ്യുന്ന കോണിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ കോണിൻ്റെ സെമി സെൻട്രൽ ആംഗിൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ കോണിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. കോണിൻ്റെ സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് ഫ്രിക്ഷനാണ്. അതിൽ ഫസ്റ്റ് വൺ, ഫ്രിക്ഷൻ ആക്ട് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. നമുക്കറിയാം ബോഡി മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. സെക്കൻഡ് വൺ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി ടിൽ ലിമിറ്റിംഗ് വാല്യൂ ഈസ് റീച്ച്ഡ്. അതായത് ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നത് വരെ ആ അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തുന്നവരെ അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. തേർഡ് വൺ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബിയർസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ വിത്ത് നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ട് സർഫേസസ്. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റേഷ്യോ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് സർഫേസസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്ട് സർഫേസസിൻ്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫിഫ്ത്ത് വൺ, ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ റഫ്നെസ് ഓർ സ്മൂത്ത്നെസ് ഓഫ് കോണ്ടാക്ട് സർഫേസസ്. ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്ട് സർഫസിൻ്റെ റഫ്നെസ്സിനെ അല്ലെങ്കിൽ സ്മൂത്ത്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റഫ്നെസ് കൂടുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷനും
കൂടുതലായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി മെക്കാനിക്സിലെ റിമൈനിങ് കൺസെപ്റ്റുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.